നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് അർജുൻ്റെ ബന്ധുക്കളും അവിടെ തുടരുന്നത്. അർജുൻ്റെ ബന്ധു ഇപ്പോൾ ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു. ജിതിൻ, ഇത് 9ാമത്തെ ദിവസമാണ്. ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിനുണ്ട്. ജോസഫിനോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒടുവിലത്തെ കാര്യങ്ങൾ എന്താണ് മനസ്സിലാകുന്നത് ജിതിൻ? ഇതുവരെ അപ്ഡേഷൻ ഒന്നുമില്ല. കാരണം ഞാൻ പുറത്താണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പെർമിഷൻ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ഉള്ളിൽ കയറാൻ. എല്ലാവരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല അല്ലേ? ഇല്ല. ഇപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ പെർമിഷൻ കിട്ടിയിട്ടില്ല ഉള്ളിൽ പോകാൻ. ഈ 9 ദിവസമായിരിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലേ? അതെ, ദൈവം എങ്ങനെ തരുന്നു അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മൾ അതിനെ മാറ്റി ഇതായിട്ടുണ്ട്, നമ്മൾ വില്ലിങ് ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയായാലും അവനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന്റെ വിധിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, പ്രതീക്ഷ വെച്ച് പുലർത്താം. ഇത്രയും ദിവസമായതുകൊണ്ടാണ് അത്തരത്തിലൊരു ചിന്താഗതിയിലേക്കും തീരുമാനത്തിലേക്കും ഒക്കെ ജിതിനെ പോലുള്ള ബന്ധുക്കൾ എത്തുന്നത്. ജിതിൻ, നന്ദി. നമുക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. നമുക്ക് വിവരങ്ങൾ അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വളരെ നന്ദി ജിതിൻ, ഈ ഒരു ഘട്ടത്തിലും പ്രതികരിച്ചതിന്.